ആർത്തലച്ചു വരുന്ന കടലും ചെല്ലാനത്തുകാരുടെ മനസ്സും ഒരുപോലെ പ്രക്ഷുബ്ധമായ ഒരു കാലമുണ്ടായിരുന്നു. കണ്ണീർ കടൽ പേര് നടന്ന മനുഷ്യക്കോലങ്ങളായിരുന്നു ഇവിടുത്തുകാർ. അങ്ങനെയുള്ള 5000-ഓളം കുടുംബങ്ങളുടെ കവിൾ തടങ്ങളിൽ നിന്ന് കണ്ണീരുപ്പു തുടച്ചു മാറ്റാൻ പിണറായി സർക്കാരിനായി 347 കോടി രൂപ ചെലവിൽ ടെട്രാപോഡുകൾ നിർമ്മിച്ച് കടലിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ചെല്ലാനത്തുകാരെ സംസ്ഥാന സർക്കാർ പൊതിഞ്ഞുപിടിച്ചു. 7.3 കിലോമീറ്റർ നീളത്തിൽ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായത് 2023-ലാണ്. തിരമാലകളുടെ ശബ്ദം കേട്ടാലും ഒട്ടും ഭയപ്പെടാതെയാണ് ഫിഷിംഗ് ഹാർബർ മുതൽ പുത്തൻതോട് വരെയുള്ളവർ ഇപ്പോൾ അന്തി ഉറങ്ങുന്നത്. കടൽ കാഴ്ചയും ടെട്രാപോഡും കാണാൻ 100 കണക്കിന് സഞ്ചാരികളാണ് ദിവസവും ഈ പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. അശാന്തിയുടെ രാപ്പകലുകളല്ല ചെല്ലാനത്ത് ഇപ്പോഴുള്ളത്. ഇടതു സർക്കാരിന് അവരെ ചേർത്തു പിടിക്കാനായി എന്നതാണ് കാരണം. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന് അനുകൂലമായല്ല ഇവിടുത്തുകാർ ജനവിധി എഴുതിയത്. എന്താണ് അങ്ങനൊരു ജനവിധിക്ക് കാരണം? ചെല്ലാനത്തുകാർ ആ ജനവിധിയിലൂടെ എന്താണ് പറയുന്നത്? ഇനിയും ചെല്ലാനത്തുകാർക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് വിശദമായി നോക്കാം. ഇവിടെയാണ് ഏറ്റവും ആദ്യം കടലുകയറ്റം ഉണ്ടായത്, ചെല്ലാനത്തിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ. ഇവിടെ സംരക്ഷണം കിട്ടിയെന്ന് പറയുമ്പോൾ കിട്ടാത്ത സ്ഥലങ്ങൾ അല്ലെ, ഇവിടെ ഇടതുകാലിലെ മന്തെടുത്ത് വലതുകാലിൽ വെച്ചെന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ കടലാക്രമണം അല്ലെ ചെല്ലാനം പ്രദേശത്തെ കടലാക്രമണം വടക്കൻ പ്രദേശങ്ങളായ പുത്തൻതോട് മുതൽ വടക്കോട്ടുള്ള പ്രദേശങ്ങളിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ സ്വാഭാവികമായും അവർക്കൊപ്പം നിൽക്കും. കാരണം കടൽ കയറ്റത്തിൻ്റെ ഏറ്റവും കൂടുതൽ രൂക്ഷത അനുഭവിച്ചിട്ടുള്ളവരാണ് ഇന്ന് സംരക്ഷണം കിട്ടിയെന്ന് പറയുന്ന 7.36 കിലോമീറ്ററിൽ താമസിക്കുന്നത്. അതുകൂടാതെ തന്നെ മറ്റുള്ളവർ ഇവരുടെ എല്ലാം അടുത്ത ബന്ധുക്കളുമാണ്. അങ്ങനെയുള്ള സ്ഥിതിക്ക് അവിടെ ഉള്ളവരുടെ ജനങ്ങളുടെ കൂടെ ഇവിടെ ഉള്ള ജനങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ സമരമെല്ലാം ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ അപ്പുറം സമരം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ ഈ ജനകീയ വേദിക്കാരുടെ വലിയ സമരങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ആ സമരത്തിന് ഒന്നും ഒരു ചെവിയും കൊടുക്കാതെ ഞങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യും, ഞങ്ങളാണ് ഇവിടെ ഭരിക്കണം, ഞങ്ങളുടെ കാര്യങ്ങളെ നടക്കുള്ളൂ എന്നുള്ള ധിക്കാരമാണ്. ചെല്ലാനം ഗ്രാമപഞ്ചായത്തിൽ ആകെ 22 വാർഡുകളാണ് ഉള്ളത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 15 UDF-ഉം 7 LDF-ഉമാണ് ജയിച്ചത്. 2015 മുതൽ 2025 വരെ തുടർച്ചയായി 10 വർഷം പഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷമാണ്. ടെട്രാപോഡുകൾ നിർമ്മിച്ച് 5000-ഓളം കുടുംബങ്ങളെ സംരക്ഷിക്കാനായത് ഇത്തവണത്തെ തദ്ദേശ ജനവിധിയിൽ അനുകൂലമാകുമെന്നും പഞ്ചായത്തിൽ വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും കരുതിയ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. പ്രാദേശിക പ്രശ്നത്തിലെ പ്രധാനപ്പെട്ടത് ചെല്ലാനം പഞ്ചായത്തിൽ കണ്ടക്കടവിൽ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ട്. അതുപോലെ തന്നെ തെക്കേ ചെല്ലാനം മാളികപ്പറമ്പിൽ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ട്. രണ്ടിൻ്റെയും പ്രവർത്തനം നിലച്ചിട്ട് കണ്ടക്കടവിൽ 4 വർഷമായി, ചെല്ലാനത്ത് 3 വർഷമാകും. ഇത് പ്രവർത്തനം നിലച്ചതെന്ന് പറയണത് അവര് പ്രവർത്തനം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആശുപത്രി അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. ഇവിടെ കൃഷി എന്ന് പറയുന്ന ഇടതുപക്ഷം എല്ലാം എപ്പോഴും കൃഷിയെക്കുറിച്ച് പറയും. കൃഷി എന്ന് പറയണ ഒരു നെല്ല് വിളയിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ ഏതെങ്കിലും പാടശേഖരം എടുത്ത് ഒരു കൃഷി നടത്താൻ പറ്റിയ രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ചെല്ലാനം പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള UDF-ന് മേൽക്കൈയുള്ള ഒരു പ്രദേശമാണ്. പക്ഷെ ചെല്ലാനം പഞ്ചായത്ത് പലപ്പോഴും ചെല്ലാനം പഞ്ചായത്തിൽ ഞങ്ങൾ മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചാണ് ചെല്ലാനം പഞ്ചായത്തിൻ്റെ ഭരണം കുറേ നാളുകൾ ജനകീയാസൂത്രണത്തിൻ്റെ പഞ്ചായത്ത് രാജ് നിയമപ്രകാരമുള്ള ഭരണം വന്നതിന് ശേഷം ഏതാണ്ട് 1 പ്രാവശ്യം മാത്രമാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഈ കടലാക്രമണത്തിനെ തുടർന്ന് 2020 എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉടലെടുത്ത് വരികയും അവരുടെ മേൽക്കൈ ഉണ്ടാകുകയും ചെയ്തു. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ അവസാന ഘട്ടമായപ്പോൾ ഞങ്ങളാണ് ഭരിക്കുന്നതെന്ന് പറയാമായിരുന്നുവെങ്കിലും
ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു സ്ഥിരമായ ഒരു മെച്ചപ്പെട്ടൊരു ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഭരണത്തെ പക്ഷേ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. കടലാക്രമണം ഇപ്പോഴും നേരിടുന്ന ചെല്ലാനം പഞ്ചായത്തിലെ 7 കിലോമീറ്റർ പ്രദേശത്താണ് ഇനി ടെട്രാപോഡുകൾ കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ളത്. അതിൽ 3.6 കിലോമീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ 306 കോടി രൂപ ചെലവിലുള്ള പദ്ധതിയുടെ അനുമതി 2025 ജൂലൈയിലാണ് സർക്കാർ നൽകിയത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഈ 306 കോടി രൂപ അനുവദിച്ചിട്ടും ഈ സർക്കാർ എന്തുകൊണ്ട് ഇതിൽ നിലവിൽ പറ്റുന്നില്ല? ടെട്രാപോഡുകൾ കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്ത പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതം നേരിടുകയാണ്. കിലോമീറ്റർ വന്നതിന് ശേഷം അതിൻ്റെ വടക്കോട്ടുള്ള പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കടലാക്രമണമാണ് ഉണ്ടായത്. ഇത് പരിഹരിക്കണമെങ്കിൽ ഇത് വടക്കേ അറ്റം മുതൽ, അതായത് ഫോർട്ട് കൊച്ചി മുതൽ തന്നെ തുടങ്ങണം. അതുപോലെ പുലിമുട്ടുകൾ, ഇപ്പോൾ ഈ 344.2 കോടി രൂപയുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് 6 പുലിമുട്ടുകൾ വേളാങ്കണ്ണി ബസാർ പ്രദേശത്ത് വന്നു. ആ വന്ന ഇത് ശരിയായില്ല. കാരണം അത് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും കണ്ണമാലി പ്രദേശത്ത് അല്ലെങ്കിൽ വടക്കൻ പ്രദേശങ്ങളിലേക്ക് മണ്ണൊഴുകി വരുന്നത് നിൽക്കുകയും കടലാക്രമണം കൂടുകയും ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കണ്ണമാലി മാത്രം ഈ വീട്, ഇപ്പോഴത്തെ വീട് ജലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ വീട് ഈ കാണുന്നത്, എൻ്റെ വീടിൻ്റെ അകമെന്ന് കാണും. മഴ ഇവിടെ പെയ്തെന്നാൽ എൻ്റെ വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീട്ടിൽ കിടക്കാൻ പറ്റുക ഞങ്ങൾ ഉറപ്പ് ഒഴിഞ്ഞിരിക്കാം. എൻ്റെ ജീവന സ്വത്തിനും അധികാരമുള്ളത് സർക്കാരിനാണ്. ഈ സർക്കാർ എന്നുകൊണ്ട് അംഗീകരിക്കാനുള്ളത് മറ്റുള്ള വ്യക്തികൾ, ഓരോ കൊച്ചു കുട്ടികൾ, ഈ കൊച്ചു കുട്ടികളുമായിട്ട് ഇവിടെ നിന്ന് നീണ്ട് റോഡ് വരെ, കിഴക്കേ റോഡ് വരെ നീന്തണം. ആ ജീവൻ ഉപേക്ഷിച്ചാണ് നീന്തണത്. സർക്കാർ കണ്ണുറക്കാൻ പാടില്ല. ഇപ്പോഴും ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് കടലിൽ ഇങ്ങനെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയ ജീവനും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. എന്തിറക്കുന്നത് എപ്പോഴാണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നത് കണ്ട, എല്ലാം കയറി നശിഞ്ഞ് ഒരാളും ഞങ്ങൾക്ക് ഒരു സഹായമൊന്നും ചെയ്യുന്നത് ഇതേവരെയും ചെയ്തിട്ടില്ല. ഇതൊക്കെ എഴുതി എല്ലാം പോയതാണ് മനെ. എന്നിട്ട് എന്തെങ്കിലും ഞാനൊരു ക്യാൻസർ രോഗിയാണ്, ഒന്നും ചെയ്യണില്ല. 10 പൈസ ഇന്നവരെ അവർ ചെയ്തിട്ടില്ല. എഴുതിയൊക്കെ കൊടുത്തിട്ടില്ല. എന്തെങ്കിലും അതുണ്ട്. ഞാൻ പറ ഒരു കക്കൂസ കൂടി ഇല്ലാത്ത ഒന്നും തന്നില്ല. ആദ്യഘട്ടത്തിൽ 10 കിലോമീറ്റർ ദൂരം ടെട്രാപോഡും 2 ഭാഗങ്ങളിൽ പുലിമുട്ടും നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത്. പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടയിൽ നിർമ്മാണ ചെലവിൽ വന്ന വ്യത്യാസവും IIT റിപ്പോർട്ടും അടിസ്ഥാനമാക്കിയുള്ള പ്രവൃത്തിയാണ് 7.3 കിലോമീറ്ററിലേക്ക് സംരക്ഷണ ഭിത്തിയും 1 ഭാഗത്ത് മാത്രമുള്ള പുലിമുട്ട് നിർമ്മാണത്തിലേക്ക് ചുരുങ്ങാൻ കാരണമായത് എന്നാണ് സർക്കാരിൻ്റെ വാദം. കോൺട്രാക്ട് എടുത്ത കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കിലോമീറ്റർ കുറച്ച് 7.36 ചുരുക്കിയത്. അതുകൂടാതെ ഇതിന് ശേഷം 2023 തൊട്ട് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, എറണാകുളം ജില്ലയുടെ ചാർജുള്ള വ്യവസായ മന്ത്രി P രാജീവ് പലപ്പോഴും 2023 നവംബറിൽ പണി ആരംഭിക്കും, ഇത്ര കോടി പാസ്സായി എന്ന് രണ്ടുപേരും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇതുവരെ അതിൻ്റെ ഒന്നും നടന്നില്ല. കൂടാതെ 25 ഉള്ള അതിരൂക്ഷമായ കടലാക്രമണ സമയത്ത് ജൂലൈ 2-ാം തീയതി മുഖ്യമന്ത്രി മന്ത്രിസഭാ തീരുമാനപ്രകാരം അറിയിച്ചു 306 കോടി രൂപ പാസ്സായി, പണി ഉടനെ ആരംഭിക്കുമെന്ന്. അതിനുശേഷം 5 മാസം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഈ ജനങ്ങളെന്ന് പറയുന്നത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചകളാണ്. മുൻപ് പല പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടും വരാത്ത സ്ഥിതിക്ക് ഇതും വെറും പ്രഖ്യാപനമാണോ അല്ലെ ഇലക്ഷൻ സ്റ്റണ്ടാണോ എന്ന് ജനങ്ങൾ അതിയായി സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് ഈ പറയുന്ന വോട്ട് ഈ പണി ചെയ്തതാണെങ്കിലും ചെയ്ത സ്ഥലങ്ങളിലുള്ള വോട്ട് പോലും കിട്ടാതെ വന്നു.
ഇതിൻ്റെ അകത്ത് യാതൊരു തട്ടിപ്പോ ഒന്നുമില്ലാണ്ട് ജനങ്ങൾക്ക് ഇവിടെ ചെല്ലാന നിവാസികൾക്ക് അത് ബോധ്യമുണ്ട്. ഊരാളെങ്കിലായതുകൊണ്ടാണ് ഈ വർക്ക് വളരെ സമയബന്ധിതമായി കൃത്യമായി നടത്തിപ്പോയതെന്നാണ് ഞങ്ങൾ ഈ ചെല്ലാന നിവാസികളെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. അത്ര കൃത്യമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് വർക്ക് രാത്രിയും പകലും 24 മണിക്കൂർ ഷെഡ്യൂൾ അവർ ഫിക്സ് ചെയ്ത് തൊഴിലാളികളെ അറേഞ്ച് ചെയ്ത് മെഷീനറീസ് അറേഞ്ച് ചെയ്ത് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്ത് ഇപ്പോൾ ഓരോ ദിവസവും 100-300 ടോറസ് ലോറികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വരുന്നത് അവർക്ക് അത്രയും വേറെ ഏതൊരു കോൺട്രാക്റ്റ് ആണെങ്കിലും അത്രയും കോയമ്പത്തൂരിൽ നിന്നും മറ്റും മടകളിൽ നിന്ന് സാധനങ്ങൾ അറേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ സാധനം കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ ഒരു കാര്യക്ഷമത കൊണ്ടാണ് വർക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇറിഗേഷൻ്റെ സൈറ്റിൽ എത്ര ലോഡ് എത്ര ടണ്ണ് കല്ല് വരുന്നു എന്ന് കൃത്യമായിട്ട് ലോഡ് ചെയ്ത് പോയി. ഓരോ ദിവസം നിൽക്കുന്ന പണിക്കാരുടെ എണ്ണം എത്രയാണെന്ന് കൃത്യമായിട്ട് സൈറ്റിൽ മസ്ട്രോൾ ചെയ്ത് പോയി. അതിൽ എത്ര ടെട്രാപോഡ് എത്ര ലോഡ് കോൺക്രീറ്റ് വരുന്നു എന്ന് ഇറിഗേഷൻ്റെ സൈറ്റിൽ പോയി. പക്ഷെ ഇപ്പം ഈ വർക്ക് വളരെ കൃത്യമായി വെയ്ബ്രിഡ്ജിൽ കയറാതെ വെയ്ബ്രിഡ്ജിൽ കയറി തൂക്കിയാണ് എത്ര ലോഡ് കോൺക്രീറ്റ് വരുന്നു എത്ര ലോഡ് കല്ല് വരുന്നു ഇതെല്ലാം കൃത്യമായ കണക്കോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. നിലവിൽ നിർമ്മാണ ചെലവ് കണക്കാക്കുമ്പോൾ 1 കിലോമീറ്റർ ടെട്രാപോഡ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെങ്കിൽ ശരാശരി 100 കോടി രൂപ ആവശ്യമാണെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ. നമുക്ക് 2023 ഈ ആദ്യഘട്ട പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ രണ്ടാം ഘട്ടം എന്നതിൽ ബാക്കി 3 കിലോമീറ്റർ കൂടി ചെറിയടകളുടെ ഭാഗത്ത് ചെയ്യുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഒന്നാം ഘട്ടം പദ്ധതി പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് കിഫ്ബിക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായത്. കിഫ്ബിക്കെതിരായിട്ട് കിഫ്ബിയിൽ നിന്ന് എടുക്കുന്ന പണം നമ്മുടെ സർക്കാരിൻ്റെ കടബാധ്യതയിൽപ്പെടുത്തുകയും അത് സർക്കാരിൻ്റെ കടത്തിൽ വീണ്ടും അങ്ങനെ കടമെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. കിഫ്ബിയെ ആക്രമിക്കാനായിട്ട് വലിയ തോതിൽ ആക്രമണം നടത്തിയതെല്ലാം നമ്മൾ കണ്ടാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസിയായ EDAക്ക് നോട്ടീസ് കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പം അത് ആണ് ഈ കിഫ്ബിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും കിഫ്ബിയിൽ നിന്ന് ഫണ്ട് കണ്ടെത്തി ഈ പണം കണ്ടെത്തി ഈ പണി പൂർത്തീകരിക്കാൻ തടസ്സം ഉണ്ടാക്കിയതാണ് ഈ രണ്ടാം ഘട്ടം പണി തടസ്സപ്പെടാനായിട്ടുള്ള കാരണമുണ്ടായത്. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ അവരുടെ കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കണില്ല. ക്ഷേമനിധി അടക്കുന്ന മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളിയും കൺസ്ട്രക്ഷൻ മേഖല പണിയെടുക്കുന്നവരും പെൻഷൻ കിട്ടണില്ല. നിർമ്മാണ മേഖലയിലുള്ളവരെല്ലാം പെൻഷൻ കിട്ടാതെ വിഷമിക്കുന്നു. പഞ്ചായത്തിൽ ഒരു വികസനം റോഡിൻ്റെയോ ഉൾപ്രദേശങ്ങൾ ധാരാളമുണ്ട്. ഓരോ വാർഡിലും എടുത്ത് പരിശോധിച്ചാൽ റോഡെത്താത്ത വഴിയില്ലാത്ത ധാരാളം പ്രദേശമുണ്ട്. കടൽ ഭിത്തി ഉണ്ടാക്കിയത് ആളുകൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭരണം വിലയിരുത്തുന്നത് മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പിലായിരിക്കും. കാര്യം KJ മാക്സി MLAയുടെയും സർക്കാരിന്റെയും പ്രവർത്തനം വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് അടുത്ത തെരഞ്ഞെടുപ്പായിരിക്കും. ചെല്ലാനം പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായതിൽ നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് കടൽ ഭിത്തി നിർമ്മാണം പൂർത്തിയാകാത്തത്. 5 കൊല്ലം. നമുക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അങ്ങാടുള്ള ഈ നടപ്പാണ്. തുണി എടുത്തുകൊണ്ട് അവിടെ നിന്ന് അലക്കും കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വിരിക്കണം. പിന്നെ ഇവിടെ നിന്ന് വൈകുന്നേരം ആകുമ്പോൾ അങ്ങാട് കൊണ്ടുപോകണം. വളരെ 2-3 പ്രാവശ്യം ഒരു ദിവസം നടന്നു തന്നെ ആളുകൾക്ക് മടുത്ത് ജീവിതമേ മടുത്തിരിക്കണേ. താമസിക്കണ ഈ 2-3 വീടിൻ്റെ അപ്പുറമാണ്. ആ റോഡ് കണ്ട അതിങ്ങോട്ട് പോന്നപ്പോൾ കണ്ട റോഡ്, ആ റോഡിൻ്റെ അരിക്കാണ് വീട്ടിലാണ് താമസിക്കണത്. വാടക അവരറിയണ ആളുകളായതുകൊണ്ട് അങ്ങനെ അധികമായിട്ട് വാടക മേടിക്കണില്ല. എന്നാലും വാടകയും വെള്ളം എല്ലാം കൂടി ആകുമ്പോൾ 16,500 ഇങ്ങനെ പറയണൊക്കെ കേൾക്കണമെന്നേ ഉള്ളൂ. ഒരു കൂട്ടർ പറയും ഉടനെ പണി തുടങ്ങും. ഇപ്പോൾ പോയ കൊല്ലം തന്നെ വന്ന് വിറ്റേ അടുത്ത കടലിയേറ്റത്തിന് മുമ്പേ നിങ്ങൾക്ക് ഇവിടെ എല്ലാം റെഡിയാക്കി തരുമെന്നാണ് പറഞ്ഞത്. 1 കൊല്ലത്തിന് മുമ്പ്. ഇപ്പോൾ കൊല്ലം 5ാമത്തെ കൊല്ലമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വീട് ഇട്ട് പോയിട്ട് 5 കൊല്ലമാണ്. ഇത്രമായിട്ട് ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ലെന്നാണ് പറയണത്. ആളുകൾ പറയണല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. നമുക്ക് നേരിട്ടൊന്നും അറിയാൻ പാടില്ല. ഇങ്ങനെ പറയുമ്പോൾ കേൾക്കണം എന്ന് മാത്രം. ചെല്ലാനത്ത് വിജയകരമായി നടപ്പിലാക്കിയ ടെട്രാപോഡ് വികസനം മറ്റിടങ്ങളിൽ കൂടി വ്യാപിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. സർക്കാരിൻ്റെ മുന്നിൽ ഏറെ വെല്ലുവിളികളുണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ അത് മറികടന്നുകൊണ്ടുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം.